ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലത്ത് നമുക്ക് ധ്യാനിക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ വചന ഭാഗത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇടയന്മാരായിട്ട് നിയമിച്ച നേതാക്കന്മാര്, രാജാക്കന്മാര് ഒക്കെ എപ്രകാരം തെറ്റിപ്പോയെന്നും അവരെങ്ങനെ ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റിയില്ല എന്നുമുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ യഹോവ എന്റെ നീതി എന്ന് പറഞ്ഞ് ദാവീദിന്റെ മുളയായവനെ ഭവിപ്പിക്കുന്ന കാലം വരും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. കർത്താവ് നമ്മുടെ നീതിയായി തീർന്ന് നമ്മുടെ രക്ഷയായിട്ട് തീരും. ആ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രയേൽ നിർഭയമായി വസിക്കും എന്നൊക്കെ പറയുന്ന ഭാഗമാണല്ലോ നമ്മൾ കാണാനായിട്ട് കഴിഞ്ഞത്. നമുക്കറിയാം, പലപ്പോഴും ഈ ജനം തെറ്റിപ്പോകുന്നതിന്റെ ഒരു കാരണം പ്രധാനമായിട്ട് പ്രവാചക പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്, വചനത്തിലും നമ്മൾ കാണുന്നത്, അത് അവരെ നയിക്കുന്ന വ്യക്തികളുടെ പ്രശ്നമാണ്. കാഴ്ചപ്പാട് പകരാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികള് വേണ്ടുവണ്ണം ഉള്ള കാഴ്ചപ്പാട് പകരാൻ കഴിയാതെ ആയിത്തീരുന്ന ഒരു അനുഭവമാണ്. നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറയുന്ന പോലെ ആ നിലയിലുള്ള പരിപാടികളാണ്, പ്രവചനങ്ങളാണ്, ശുശ്രൂഷകളാണ് പലപ്പോഴും നടത്തപ്പെടുന്നത്. കാരണം ഓരോരോ ആവശ്യങ്ങൾക്ക് ഫിറ്റ് ചെയ്യത്തക്കവണ്ണം ഉപദേശം മാറ്റും, കാര്യങ്ങളൊക്കെ മാറ്റി ഓരോ സാഹചര്യങ്ങൾക്കും ആവശ്യത്തിനും അനുകൂലമാകും വണ്ണം വചനത്തെ വളച്ചൊടിച്ച് ഇന്റർപ്രറ്റ് ചെയ്ത് ഒക്കെ കൊണ്ടുപോകും. എന്ന് മാത്രമല്ല, കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ കേവലം കണ്ണടച്ച് പ്രവചിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഉപദേശകന്മാർ. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിലും ശീലാസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ദൈവത്തിന്റെ പ്രവാചകന്മാരാകയാൽ അവർ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് ജനത്തെ ആത്മീയവർദ്ധന വരുത്തി എന്ന അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ ഈ പുതിയ നിയമകാലത്ത് പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം ശുശ്രൂഷിക്കുന്നവർ എന്നുള്ള ഒരു ബ്രോഡർ സെൻസിൽ നമ്മൾ അതിനെ എടുക്കാവുന്നേ ഉള്ളൂ. കണ്ണടച്ച് ഭാവി പറയുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം എന്തുകൊണ്ടാണ് യിരെമ്യാവിന് ഇത് സാധിക്കാതെ പോവുകയും ബാക്കിയുള്ളവർക്ക് ഇത് സാധിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത് എൻ്റെ ചിന്തയിലേക്ക് ദൈവം നൽകിയതായിട്ടുള്ള ഒരു ചിന്ത. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് പറ്റുന്നില്ല? നമുക്കറിയാം, ഈ നമ്മുടെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് അടുത്തിരിക്കുന്ന ഒരുത്തൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടായ്മയിലോ സഭയിലോ ഒക്കെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അത് ചെയ്യുന്നെങ്കിൽ നമുക്കെല്ലാം ചെയ്യണം. എനിക്കറിയാം, ഒരു സഹോദരിയുടെ പ്രബോധനമൊക്കെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നിന്നുപോയി. കാരണം ആ സഭയിൽ വേറൊരു സഹോദരി ഉണ്ടായിരുന്നു. അവർ എഴുന്നേറ്റ് നിന്ന് എപ്പോഴും ഒരു 2 വാക്ക് പറയും. 2 വാക്ക് പറയുമ്പോൾ ഈ സഹോദരിക്ക് അത് പറയാതിരിക്കാൻ പറ്റുമോ? ഈ സഹോദരിയും കയറി പറയും. ആ സഹോദരി ആ സഭയിൽ നിന്ന് പോയതോടുകൂടെ ഈ സഹോദരിയുടെ പ്രബോധനവും തീർന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കാം, എന്താ ഇപ്പൊ പ്രബോധനമൊന്നും ഇല്ലേ? ദൈവമൊന്നും സംസാരിക്കുന്നില്ലേ? അപ്പം നമുക്കറിയാമല്ലോ, എല്ലാം ഈ സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ എന്തുവാ, നമ്മുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളാണ് ഇതൊക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായിട്ട് കേട്ട ഒരു വ്യക്തിക്ക് അതിന്റെ വേദന മനസ്സിലാകുകയും കാര്യം എന്താണെന്ന് മനസ്സിലാകുകയും അതുപോലെ ആ കാര്യം മനസ്സിലാകുമ്പം അതെങ്ങനെ മാറ്റാൻ പറ്റുന്നത്? നമുക്കറിയാം, ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന, അത്യാവശ്യം ചില ആന്റിബയോട്ടിക്കിന്റെ പേരൊക്കെ എനിക്കും അറിയാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞങ്ങൾ പണ്ടൊരു സ്ഥലത്ത് ഒരു ക്ലിനിക്കിൽ ഇട്ടിരുന്ന സമയത്ത് ഒരു വ്യക്തി അവിടെ ആന്റിബയോട്ടിക് കൊടുക്കുക, ആംബിസിലിൻ. അന്നത്തെ ഏറ്റവും വലിയ ആന്റിബയോട്ടിക് ആയിരുന്നു ആംബിസിലിൻ, അമോക്സിലിൻ ഒക്കെ ഉള്ളത്. ഇന്നിപ്പോ ആരും അതൊക്കെ പോയിട്ട് വലിയ വലിയ ആന്റിബയോട്ടിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ആംബിസിലിന്റെ ഒരു 1/2 ഗുളിക ഒരു ദിവസം കൊടുത്ത ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. 1/2 ഗുളികയെ പുള്ളി കൊടുക്കത്തുള്ളൂ, ആംബിസിലിന്റെ 1/2 ഗുളിക. അപ്പൊ നമുക്കറിയാമല്ലോ അതിന്റെ ഡോസ് എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിരിക്കുന്നവര്. അപ്പൊ ഇത് എന്ത് എഫക്റ്റാ ഉണ്ടാക്കാൻ പോകുന്നത്? സമാധാനം, ഒരു മരുന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ഈ ആന്റിബയോട്ടിക് എന്താ, ആന്റിബയോട്ടിക്കിന്റെ പ്രവർത്തനം എന്താ, ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഡോസ് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് കൃത്യമായ ഡോസ് കൊടുത്താൽ മാത്രമേ ഈ മരുന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മരുന്ന് കൊടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് വിറ്റാമിൻ കഴിക്കുന്ന പോലെ കഴിക്കുന്ന ഒരു കാര്യമല്ല ആന്റിബയോട്ടിക് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ
ഈ കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥ പ്രശ്നം എന്താണെന്നും ആ പ്രശ്നത്തിന്റെ ഗൗരവം എന്താണെന്നും മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഈ പ്രശ്നത്തെ ലാഘവമായിട്ട് സമീപിക്കാനായിട്ട് കഴിയത്തില്ല. എന്ന് മാത്രമല്ല മെസ്സേജ് മാറ്റാൻ കഴിയത്തില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമുക്കൊരു പാട്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു, ആ പാട്ട് ഇഷ്ടം അല്ലെങ്കിൽ വേറൊരു പാട്ട് പാടുന്ന പോലെ മാറ്റി പാടാൻ പറ്റുന്ന പാട്ടുമല്ലോ ആന്നു ഇത്. മാറ്റി പാടാൻ മാറ്റി പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. നമുക്ക് ഇവിടെ അവസാനമായിട്ട് പറഞ്ഞത് ആ കാര്യങ്ങൾ കർത്താവിന്റെ ബേർഡൻ എന്ന് പറയുമ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരോട് പോയി അരുളപ്പാട് ചോദിക്കുന്നവരാണ് ബേർഡൻ. ഇപ്പൊ നമ്മൾ വേല വേല എന്ന് പറയും. നമുക്കറിയാമല്ലോ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ. അതിനെപ്പറ്റി ഒത്തിരി ആൾക്കാർ പാടുകയും അത് പറയുമ്പോൾ തന്നെ ഇത് ചിരി പടരും. കാരണം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ദൈവഭക്തന്മാരെ ഒന്നും അല്ല, മറിച്ച് വേലത്തരം കാണിക്കുന്ന ചില വേലക്കാരുടെ കാര്യം ഓർമ്മ വരുന്നത് കൊണ്ട് നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ എന്ന് നമ്മൾ ഒരു ഐറോണിക്കായിട്ട് അതിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ചിലരൊക്കെ അങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എന്ന് പറയുന്നത് പോലെ ഡബിൾ മീനിങ്ങിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാണ് ഈ ബേർഡൻ എന്നുള്ളത്. നമുക്ക് അവിടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ പറയുന്ന മാസ എന്ന് പറയുന്ന എബ്രായ വാക്കിന് അതിന് ബേർഡൻ എന്നും അർത്ഥമുണ്ട്, ദൈവത്തിന്റെ അരുളപ്പാട് ഒറക്കിൾ എന്നും അതിന് അർത്ഥമുണ്ട്. അപ്പം ചോദിക്കുന്നത് ഇതാ, ഈ അരുളപ്പാടെന്ന് ഉദ്ദേശിച്ചാ ചോദിക്കുന്നതെങ്കിലും അതിനെ പരിഹസിച്ച് പരിഹാസ്യമായിട്ട് ചോദിക്കുന്ന ഒരു നിലയിൽ അതുപോലെ തന്നെ വില കുറഞ്ഞു പോയ ഒരു കാര്യമായിട്ട് നമുക്കറിയാമല്ലോ. നമ്മുടെ ഇടയിലും ഈ പ്രവചനവും കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഞാനോട് ഒരിക്കലും ഒരു രാജ്യത്ത് പോയപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ വചനം പ്രസംഗിച്ചോണം, കൂടുതൽ പാസ്റ്റർ വേറെ എന്തെങ്കിലും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. മുന്നറിയിപ്പായിട്ട് എന്നോട് പറഞ്ഞതാ. ആഗ്രഹിക്കുന്ന കാര്യം വചനം പ്രസംഗിക്ക്, അല്ലാതെ വേറെ ഒന്നും പ്രസംഗിക്കരുത്. നമുക്ക് ഇവിടെ തന്നെ കാണാമല്ലോ, സ്വപ്നം പറയുന്നവൻ സ്വപ്നം പറയട്ടെ, അല്ലാത്തവൻ വചനം പ്രസംഗിക്കട്ടെ. അത് ഈ സാഹചര്യത്തിലൊക്കെ വളരെ വിശദീകരിച്ച് പറയേണ്ട ഒരു ദൈവവചന ഭാഗമാണ് എന്നറിയാമല്ലോ. അപ്പൊ എന്ന് പറയുന്നത് പോലെ തന്നെ അവര് ബേർഡൻ എന്ന് പറയുമ്പം വേറൊരു അർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവചനങ്ങളുടെ, ദൈവവചനത്തിന്റെ, ഒറക്കിൾസിന്റെ, യഥാർത്ഥത്തിലുള്ള ദൈവവചനത്തിന്റെ ശക്തി നഷ്ടപ്പെട്ട് നമ്മൾ സമ്മർദ്ദം ചെലുത്തിയാൽ അവൻ അങ്ങനെയും പറയും ഇങ്ങനെയും പറയും. വേണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആലോചന അവന്റെ അടുത്ത് പോയി മാറ്റി എടുത്തുകൊണ്ട് വരാനും പറ്റും. എനിക്ക് ഈ ആലോചന വേണ്ട, ഇന്നലെ എടുത്ത ചുരിദാർ ചെറുതായി പോയി, അതുകൊണ്ട് ഇന്ന് ഇച്ചിരി വലിയ ചുരിദാർ വേണമെന്ന് നമ്മൾ കടയിൽ കയറി പറയുന്നത് പോലെ അങ്ങനെ മാറ്റിയെടുത്തുകൊണ്ട് വരാനും പറ്റുന്ന നിലയിലൊക്കെ ഈ ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് വില കുറച്ച് കളഞ്ഞ് ദൈവം പോലും വെറുക്കുന്ന ഒരു കാര്യമായിട്ട് ആ പദം തീർന്നത് കൊണ്ട് അവിടെ പറയുകയാണ്, പരിഹാസ രൂപേണ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് അത് തീർന്നത് കൊണ്ടാ. ഇനി അങ്ങനെ പറയരുത്. ആ പറയുന്നവനോട് പറയണം, നീ തന്നെയാ ബേർഡൻ. കാരണം ഈ പറയുന്നത് ബോഷ്കാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും ചോദിക്കാൻ പോകുന്നല്ലോ, അല്ലെങ്കിൽ ഈ പ്രവാചകന്മാര് പിന്നെയും പ്രവചിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, എത്ര ഭീകരമായ ഒരു കാഴ്ചയാണ്, എത്ര സംദിഗ്ധമായ കാഴ്ചയാണ്. വളരെ എമർജൻസി സിറ്റുവേഷനിലാണ് ഇടയ്ക്ക് എന്നെ രക്ഷയിലേക്ക് നടത്തിയ ഒരു ദൈവദാസൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പുള്ളി ICUവിൽ കയറ്റിയേക്കുക എന്ന് പറയും. ഞാൻ വിചാരിക്കുന്നത് എന്തോ ICU, അപ്പൊ പുള്ളി ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ ICUവിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടും ചില ആൾക്കാരെ ICUവിൽ കയറ്റണം. ഇപ്പം ICUവും പോയിട്ട് അതിനേക്കാളും മീതെയുള്ള കെയർ യൂണിറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പൊ ഇതിലൊക്കെ കയറ്റേണ്ട ചില കാര്യങ്ങളാണെന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്തുമാത്രം എമർജൻസി സിറ്റുവേഷനിലാണ് ഇദ്ദേഹം ഈ പ്രവാസം പടിവാതിക്കലെത്തി 2 ബാച്ചുകൾ പോയി കഴിഞ്ഞ് മൂന്നാമത് അവസാനമായിട്ടുള്ള യെരൂശലേം ദേവാലയം തകർക്കപ്പെടാനും അതിഭീകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പോലും കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല, ഒരു മാറ്റവുമില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്ന പോലെ അവര് പിന്നെയും ദൈവത്തെ ദുഷിച്ചതല്ലാതെ അവർ മാനസാന്തരപ്പെടുകയോ, ഇത്രയും വലിയ വേദനയും നോവും ഒക്കെ ഉണ്ടായിട്ട് പോലും അവർ മാനസാന്തരപ്പെട്ടില്ല. അവര് പർവ്വതങ്ങളെ വന്ന് ഞങ്ങളുടെ മേൽ വീഴുവീന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടുന്ന ഒരു അനുഭവം ഇല്ലാത്ത ഒരു സാഹചര്യത്തിന് സമാനമായ ഒരു സാഹചര്യം. അതുപോലെ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. അതുപോലെ പടിവാതിക്കൽ തന്നെ കാര്യങ്ങൾ അവർക്ക് കാണാം. കണ്ടാലും ഒരു വ്യത്യാസവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ജനത്തിനുള്ള നിസ്സംഗതയുടെ കാരണം അത് ഈ പ്രവാചകന്മാരുടെ ശുശ്രൂഷയാണ് എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ. അവര്
കാരണം ദൈവത്തിന്റെ വേലക്കാരെന്നും ദൈവത്തിന്റെ ആ, സഭയുടെയൊക്കെ നേതാക്കന്മാരെന്നും അതിന്റെയൊക്കെ ആധികാരികമായ വാക്കുകൾ പറയാൻ നിയോഗിക്കപ്പെട്ടവർ എന്ന് പറയുന്ന ആ ആൾക്കാര് ഈ കാര്യങ്ങളെ ലാഘവമായിട്ട് കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ പിന്നെ ആരെ വിശ്വസിക്കും? ഈ പേ പിടിച്ച പോലെ കിടന്ന് പ്രവചിക്കുന്ന പ്രവാചകനെ വിശ്വസിക്കുവോ, അല്ലെങ്കിൽ ഈ പേഴ്സും ഇല്ല, പേഴ്സണാലിറ്റി ഇല്ല, സംഘടനയില്ല, ഒന്നുമില്ലാതെ അവിടെ ഇവിടെ നട്ടം തിരിഞ്ഞ് നടക്കുന്ന ഉപദേശിമാര് പറയുന്നത് കേൾക്കുവോ, അതോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആ, ദൈവദാസന്മാര് പറയുന്നത് കേൾക്കുവോ? നമുക്കറിയാം ഇതൊരു വലിയൊരു പകർച്ചവ്യാധി പോലെ ഉള്ള ഒരു പ്രശ്നമായിരുന്നു ദേശത്ത് എന്നും. അതുകൊണ്ടാണ് താൻ കരയുകയും തകരുകയും അസ്ഥികളൊക്കെയും ഇളകുന്നു. യഹോവ നിമിത്തം അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നത് പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെയും ആയിരിക്കുന്നു. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശാപം നിമിത്തം ദേശം നിറഞ്ഞിരിക്കുന്നു. ശാപനിമിത്തം ദേശം ദുഃഖിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങള് ആദ്യമായിട്ട് നമ്മൾ വായിക്കും. നമുക്കറിയാമല്ലോ ഇതേ സംഗതി ഈ ഇരമ്യാ പ്രവചനത്തിൽ പറയുകയാണെങ്കിൽ എത്രയോ സ്ഥലത്ത് നമ്മൾ ഇത്രയും നേരം വരെ വായിച്ച ഈ ഭാഗങ്ങള് ആദ്യം മുതൽ ഇരമ്യാ പ്രവചനം 2-ാം അധ്യായം 8-ാം വാക്യം, 4-ാം അധ്യായം 9-ാം വാക്യം, 5-ാം അധ്യായം 30 മുതൽ 31 വരെ, 6-ാം അധ്യായം 13 മുതൽ 15 വരെ, 8-ാം അധ്യായം 10 മുതൽ 12 വരെ, 14-ാം അധ്യായം 13 മുതൽ 15 വരെ, 18-ാം അധ്യായം 18 മുതൽ 23 വരെ, ഇനി തുടർന്നുകൊണ്ട് നമ്മൾ ഈ വായിക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ ഐസേയ, അതുപോലെ എസെക്കിയേൽ 13, മീഖ 3-5 മുതൽ 12 വരെ, അതുപോലെ തന്നെ ഐസേയ 28-7 മുതൽ 13 വരെ, ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഇനി തുടർന്നുള്ള ഭാഗത്ത് 27, 28, ആ ഭാഗത്ത് 26-8, 11, നിരക്കെ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ ഭാഗങ്ങളും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ വളരെ നോട്ട് ചെയ്യേണ്ട ചില ഭാഗങ്ങളാണ്. അത് ഒന്ന് 14-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായം 13 മുതൽ 15 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ധ്യാനിച്ചതാണ്. ഒന്നുകൂടെ വായിക്കാം ഓർമ്മയ്ക്ക് വേണ്ടി. 6-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, അത് ഈ പുരോഹിതന്മാരും ഇവരൊക്കെ ഇങ്ങനെ ആയിത്തീർന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗിരികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനം ഇല്ലാതിരിക്കുക, സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 2-ാം അധ്യായം 8-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായം 8-ാം വാക്യം അവിടെ വായിക്കുന്നു, യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. അപ്പൊ പ്രവചനം കേൾക്കേണ്ടവന് ഏതെങ്കിലും ഒരു പ്രവചനം കേട്ടാൽ മതി. നമുക്കും അതുപോലെ തന്നെയാ. ഇനിയിപ്പോ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തോ ആ പുള്ളി ഒന്നും പറഞ്ഞില്ല, ചെന്നപ്പോ കുറെ വാക്യമൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭാവി അറിയാനും എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാനും ഒക്കെ ഉള്ള ഒരു ഉദ്വേഗം, ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പ്രത്യേകിച്ച് അത് സന്ദിഗ്ധ ഘട്ടങ്ങളാണെങ്കിൽ, ഇപ്പൊ ശൗല് മരിക്കുന്നതിന്റെ തലേ ദിവസം പോയി അന്വേഷിച്ചതുപോലൊക്കെ ചിലപ്പോൾ നമുക്ക് അന്വേഷിക്കാനൊക്കെ തോന്നും. എന്നാൽ ഒരു നിലയിൽ ചോദിച്ചാൽ ഈ പ്രവാചകൻ വല്ലോ പറയേണ്ട കാര്യമുണ്ടോ? കാരണം നമുക്ക് തന്നെ നമ്മൾ എവിടാ വീണേന്നും എവിടെയാ മാനസാന്തരപ്പെടേണ്ടതെന്നും ഒക്കെ നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞിരിക്കുക, പിന്നെയും വന്ന് നമ്മൾ പ്രതീക്ഷിക്കുക മകനെ എന്ന് പറഞ്ഞ തലയിലോട്ട് കൈവച്ചിട്ട് പറയട്ടെ, അന്നേരം കള്ളനെ പിടിച്ചതുപോലെ തന്നെ പിടിക്കുമല്ലോ, അന്നേരം എനിക്ക് മനസ്സിലാകും അതാണ് ആലോചനയെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈനംദിനം ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഏത് ദൈവപൈതലിനും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ദൈവസന്നിധിയിൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ഇരിക്കുന്ന ഒരു ദൈവപൈതലിന് അവൻ വീണു പോകുന്ന എവിടെയാണെന്നും അവന്റെ കുറവ് എവിടെയാണെന്നും വ്യക്തമായിട്ട് അറിയാം. ആരും വന്ന് തലയെ കൈവച്ച് ആട്ടേണ്ട കാര്യമൊന്നും ഇല്ല. ഇനിയിപ്പോ നമുക്ക് അറിഞ്ഞിട്ടും പിന്നെയും അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് സാരമില്ല എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അത് ഒരുപക്ഷെ ദൈവത്തിൽ നിന്നുള്ള ആലോചന തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു മെസ്സേജിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, തിമോഥെയോസിൽ വായിക്കുന്ന പോലെ അന്ത്യകാലത്ത് അവർ കർണരസമാകുമാറുള്ള പ്രസംഗം കേൾക്കാൻ വേണ്ടി ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും എന്ന് പറഞ്ഞാൽ, ഈ പെരുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതുപോലുള്ള വാലും തുമ്പും ഇല്ലാതെ പറയുന്ന ആൾക്കാരെ
അവര് പറഞ്ഞത് ഭയങ്കര സംഭവമാണെന്നും അവര് പറയുന്നതൊക്കെ വലിയ മർമ്മങ്ങളാണെന്നും അവര് ഭയങ്കര ഇതാണെന്നും ഒക്കെ പറയുന്നത് കേൾക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞു കഴിയുമ്പം അവരെ എൻകറേജ് ചെയ്യും. പാസ്റ്ററെ, ഇനിയും വരണമേ, ഇനിയും പറയണേ, ഇനി ഇതുപോലെ തന്നെ ചെയ്യണേ, ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഇതുപോലെ പ്രസംഗിക്കണേ, എൻകറേജ് ചെയ്യുക. നമുക്കറിയാമല്ലോ എന്ത് ബെനിഫിറ്റ് ആ ശുശ്രൂഷയിൽ നിന്നുണ്ടായത്, എത്രമാത്രം ദൈവത്തോട് അടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ദൈവീക കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശയിൽ നിന്നും നമ്മളെ മാറ്റിക്കളഞ്ഞിട്ട് ഭൗമികമായ ചില വിഷയങ്ങളിലേക്കും ഭൗമികമായ കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ പല മോഡേൺ സ്പിരിച്വൽ എക്സ്പീരിയൻസസും ഒക്കെ നമ്മൾ കർത്താവിന്റെ ദാസൻ ഡെറക് പ്രിൻസിന്റെ ചില പുസ്തകങ്ങളെ ആശ്രയിച്ചിട്ടൊക്കെയാ പലരും അതിന് ഒരു അടിസ്ഥാനം കണ്ടെത്തിയേക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ഭാഗികമായിട്ട് ശരിയാണ്, നമുക്ക് ചിന്തിക്കാനും കഴിയും, എല്ലാ കാര്യങ്ങളും എന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആത്മീയ കൃപാവരങ്ങളിലൂടെ പിശാച് ഇടപെട്ട് ആ സഭയെ തകർക്കുകയും നമ്മളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാൻ ഇടയായിത്തീരുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. എനിക്കത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പൂർണ്ണമായി സമർപ്പിക്കപ്പെടാത്ത ഇരിക്കുന്ന ഒരു കൃപാവര ശുശ്രൂഷക്കാരൻ, അവനിലൂടെ ദൈവത്തിന്റെ കൃപാവരങ്ങൾ വ്യാപരിക്കുമ്പോൾ തന്നെ അതേ സമയം തന്നെ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും അവന്റെ സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടെ അവൻ ചിന്തിക്കുകയും അങ്ങനെ ജാഗരിക്കുകയും ചെയ്യും. എന്റെ ഹൃദയം ഞാനിപ്പോ പ്രസംഗിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാര് പ്രസംഗിക്കുന്ന ഒരു കാര്യം കേട്ടാൽ അറിയാം അവരുടെ ഹൃദയം എവിടെയായിരിക്കുന്നതെന്ന്. കാരണം അതിനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഈ ലോകത്തിലുള്ള ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഒരു വ്യക്തി നടക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ. ഞാനിപ്പോ ഒരു ദിവസം ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണെന്നും അത് ഈ പാറയുടെ ഇൻഡസ്ട്രി ആയിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കുക. അപ്പം ഒരു സമയത്ത് നമുക്കിപ്പോ അറിയാലോ, പൂഴിക്ക് പകരം പാറപ്പൊടി ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്. വലിയ കുന്നുപോലെ പാറപ്പൊടി ഇങ്ങനെ കിടക്കുക. അപ്പൊ ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ച് ജാഗരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എനിക്കും, കാരണം നമ്മളെ ഈ ദൈവം രൂപപ്പെടുത്താനായിട്ട് നമ്മളെ രൂപപ്പെടുത്തേണ്ട ആൾക്കാരെ നമ്മുടെ കൂടെ തന്നെ ദൈവം വിട്ടിട്ടുണ്ട്. അപ്പൊ രൂപപ്പെടുന്ന കൂട്ടത്തിലാ നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ ഒരുപക്ഷെ ആ കൂട്ടത്തിൽ പെടും. എന്ന് വെച്ചാൽ അവര് മോശക്കാരാന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് നമ്മളെ സ്നേഹിക്കുക, നമുക്ക് കീഴടങ്ങിയിരിക്കുക, ഭക്ഷണം ഉണ്ടാക്കി തരിക, അല്ലെങ്കിൽ ഇതിനോട് കൂടെ അവർക്ക് വേറൊരു ശുശ്രൂഷയും കൂടെ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ ക്രിസ്തുവിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷയിൽ അവർ പങ്കാളിയും കൂടെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഇടറിപ്പോകും. അങ്ങനെ ഉള്ള ഒരു ശുശ്രൂഷയും കൂടെ ദൈവം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ അവരെ രൂപപ്പെടുത്താനായിട്ട് നമ്മളെയും ദൈവം അവര് ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു പുള്ളിക്കാരൻ, അതുപോലെ തന്നെ എന്റെ കൂടെ ഈ പറഞ്ഞ ഈ മേമ്പടിയായിട്ട് ഇതേ പല ലക്ഷണങ്ങളുള്ള ഒരു പ്രവാചകൻ വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. എന്നോട് വലിയ കാര്യത്തെ വന്ന് പറയാം, പാസ്റ്ററെ ഞാനൊരു ദർശനം കണ്ടു. ഞാൻ പറഞ്ഞു, എന്തോ ദർശനം? നമ്മളെ ആ കൂട്ടിയിട്ടേക്കുന്ന പൊടിയുണ്ടല്ലോ, അതിനുമേൽ പിശാച് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് അത് വിറ്റുപോകാത്തത്. അതവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുവാണ്. ഞാൻ പറഞ്ഞു, ദുഷ്ടപിശാചെ വിട്ടുപോകും. പിശാച് രാവിലെ ദൈവത്തെ ആത്മാവിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നിൽക്കുന്ന എന്റെ തലയെ കൊണ്ടുവന്ന് പൊടിയിടാൻ നോക്കുന്നത്. പൊടി അവിടെ കിടക്കട്ടെ, കിടക്കാതിരിക്കട്ടെ, എനിക്കിവിടെ പ്രശ്നമൊന്നുമല്ല. ഞാൻ ഈ പൊടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്റെ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കാൻ വേണ്ടിയാ ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. അല്ലാതെ ഈ പൊടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പൊടി പോകാനും അല്ല. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് 5 മിനിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആത്മീയമായി ഒരു ദൈവവചനം അർത്ഥവത്തായി ചിന്തിക്കാനായിട്ട് ഇച്ചിരി നേരം എടുക്കുന്നില്ല. അവൻ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കും. ഇങ്ങനെയുള്ള ഈ പ്രിയപ്പെട്ടവരെ പല പ്രവചനങ്ങളും അതുപോലുള്ള ശുശ്രൂഷകളും നമ്മൾ നോക്കിക്കോ, അതെല്ലാം ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ നമുക്ക് ഈ യിരെമ്യാ പ്രവചനത്തിൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർ ഈ ലോകത്തിലെ കാര്യങ്ങൾ പ്രവചിക്കുന്നു. ഈ ലോകത്തിലെ, അല്ലെങ്കിൽ അവർ ഒന്നൊഴിയാതെ ദ്രവ്യാഗ്രഹികളാകുന്നു എന്നുള്ളത് നമ്മളിപ്പോ നേരത്തെ വായിച്ചത്. അത് തന്നെയാണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ വായിക്കുമ്പം അവരുടെ പ്രവചനത്തിന്റെ പ്രശ്നമായിട്ട് അവിടെ എഴുതിയേക്കുന്നത്.
കാരണം ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കാം, ആ അല്ലെങ്കിൽ ഓ, ഇന്ന വിഷയത്തിൽ അതിന്റെ മീതെ പിശാച് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആത്മീയ കാഴ്ചപ്പാടുള്ളവരായിട്ടും അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കാഴ്ചപ്പാടിനെ വലുതാക്കി തന്ന കർത്താവിന്റെ സന്നിധിയിൽ ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് നെടുവീർപ്പിടുകയും അതിനെക്കുറിച്ച് പരാതി പറയുകയും പരാതി പറഞ്ഞ് പിന്മാറിപ്പോവുകയും ചെയ്യുന്ന അനുഭവത്തിലേക്കാണോ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്? അപ്പം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതും പൂർണ്ണമായി ദൈവവചനത്തിലെ കാഴ്ചപ്പാടില്ലാത്തതുമായിട്ടുള്ള ചില വ്യക്തികളുടെ ആലോചന കേൾക്കുമ്പോൾ, അവരുടെ ആലോചന കേൾക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു കാര്യം. അവർ പലപ്പോഴും അതിനുള്ള ഇൻഫറൻസസ് എടുക്കും. ഇൻഫറൻസസ് എന്നറിയാലോ, അത് പലപ്പോഴും അവരുടെ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അത് ഒരുപക്ഷെ ദൈവിക വെളിപ്പാടായിക്കൊള്ളണമെന്നില്ല. പല വെളിപ്പാടുകളും ശരിയായിട്ടുള്ള വെളിപ്പാടുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയും. ഇന്ന് വായിക്കുന്ന ഈ ദൈവവചന ഭാഗത്തെ ആലോചനാ സഭയിൽ നിൽക്കുന്നു എന്ന് 2 ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ആലോചനാ സഭയിൽ നിന്ന് നമ്മൾ അവിടെ കാണുന്നത്, ഇവിടെ നമ്മളതിന്റെ 18-ാം വാക്യം, അതുപോലെ തന്നെ 22-ാം വാക്യം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം. ഇന്നൊന്നും അല്ല, 10-35 വർഷം മുന്നേ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദൈവദാസനും ഒരു വീട്ടിൽ വന്നിരിക്കുക. എന്നെ അറിയത്തില്ല, എന്റെ കൂടെ വന്ന ആളെ അറിയത്തില്ല. റൂമിലിരുന്ന് ഇങ്ങനെ അടച്ചിരിക്കുക. ആ റൂമിലോട്ട് കയറിയപ്പം അദ്ദേഹം കർത്താവേ, നിന്റെ ആലോചനാ സഭയില് ഒക്കെ ഞാൻ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ നിലയിൽ അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം കർത്താവിന്റെ ആലോചനാ സഭയിൽ നിന്നവൻ എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നെങ്കിൽ എന്റെ വചനങ്ങളെ, എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരുടെ ആകാത്ത വഴിയിൽ നിന്ന്, അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് ഏത് വിഷയത്തിൽ നമ്മൾ നോക്കിക്കും, ഇപ്പൊ നമ്മുടെ പിള്ളേരാണെ പോലും നമ്മളൊരു കാര്യം അവരോട് പറയുമ്പോൾ അവര് നമ്മളോടൊന്ന് ഇടം തടിക്കും, ഒന്ന് എതിർത്ത് നിൽക്കും, അല്ലെങ്കിൽ അത് പറ്റത്തില്ല, ഇതാ കുറെ സാഹചര്യം അങ്ങനെ പറയും, എല്ലാരും അങ്ങനെ മമ്മി നടക്കുന്നതെന്ന് പറയും, എല്ലാരും അത് ഇങ്ങനെയാണെന്ന് പറയും. ഇങ്ങനെ പല സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിരത്തിയിട്ടാണ് ഇവര് പലപ്പോഴും നമ്മൾ പറയുന്നതിനെ ഓവർകം ചെയ്യുന്നത്. എന്നാൽ നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു നോക്ക്, അതല്ലാതെ ഒരു നീക്കുപോക്കും ഇല്ലെന്ന് നോക്ക്. കാരണം അവരായിരിക്കുന്ന സാഹചര്യത്തിന്റെ വരുംവരായികകൾ അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിനൊരു ആൾട്ടർനേറ്റീവ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഒരു അപകടകരമായ സാഹചര്യത്തിലൂടെ ആണ് നമ്മുടെ പൈതൽ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുന്നത് എന്ന് മനസ്സിലാകുമ്പം ഒരു വ്യക്തി ക്രിസ്തുവിനെ കൂടാതെ പോകുമ്പോൾ അതിന് എന്തോ ആൾട്ടർനേറ്റീവാ നമ്മൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തി അവൻ ചെയ്യുന്നത് തെറ്റാണെന്നും അത് നിശ്ചയമായിട്ടും അവനതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അറിയുമ്പം അത് നിർത്തുക എന്നുള്ളതല്ലാതെ അതിന് എന്ത് വേറൊരു വഴിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പം ഈ ഇരമ്യാവിന് എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല? കാരണം ദൈവത്തിന്റെ ആലോചനാ സഭയിൽ താൻ നിന്ന് ദൈവത്തിൽ നിന്ന് ദൂത് പ്രാപിച്ച് ദൈവികമായ ദർശനത്തോടുകൂടെ പറയുക. അതിന് ആൾട്ടർനേറ്റീവ് ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലൊക്കെ പല പ്രശ്നങ്ങൾ പറയുകയും പരിഹരിക്കുകയും ചെയ്യുന്നവരോട് നമ്മൾ സ്ഥിരം പോയി ചോദിക്കുന്ന കാണും, അതിന് പരിഹാരം വല്ലതും ഉണ്ടോ? നമ്മൾ ചില ഇത് പറയുന്ന പരിഹാരമുണ്ടോ? അതന്നെ, ഇങ്ങനെ ഒരു പരിഹാരം കാണുന്നുണ്ട് എന്നും പറഞ്ഞ് അവര് വേറൊരു വഴി. ഇതിന് പരിഹാരമില്ല പ്രിയപ്പെട്ടവരെ. ഈ ആലോചനാ സഭയിൽ നിന്നിട്ട് ദൈവത്തിന്റെ ഭക്തൻ പറയുക, ആ പറയുന്നവൻ അവസാനം വരെ രൂപാന്തരം ഉണ്ടാകുന്നത് വരെ പെർസിസ്റ്റ് ചെയ്യും. അതും ഒരു ശുശ്രൂഷയാണ്. അതെനിക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യമൊന്നും എല്ലാവരും അംഗീകരിക്കണമെന്നില്ല, അംഗീകരിക്കും എന്നുള്ള വ്യാമോഹവും വേണ്ട. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കാൻ ദൈവം എന്നെ കുറിച്ച് ചില സാഹചര്യത്തിൽ ആഗ്രഹിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് സാധാരണഗതിയിൽ ആരെയും മുഷിപ്പിച്ച് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല, പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. എന്റെ പ്രസംഗമോ അല്ലെങ്കിൽ വചനമോ ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ അവിടുന്ന് വണ്ടി വിട്ടേക്കുക എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. കാരണം ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ കുത്തിച്ചെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിക്കാറ്. ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് ഇടപെടും. ചില സാഹചര്യങ്ങളിൽ അവർക്കത് ഇപ്പം മനസ്സിലായില്ലേലും അവരെ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും പിന്നെയും അത് തന്നെ പറഞ്ഞു. കാരണം അത് ദൈവത്തിന്റെ സത്യമായി പറയുന്നത്. അവർക്ക് രുചിച്ചാലും രുചിച്ചില്ലെങ്കിലും അത് തന്നെ പറഞ്ഞ് അവര് നമ്മളെ പ്രകോപിപ്പിക്കാനായിട്ട് പലതും ചെയ്യുമ്പം നമ്മൾ വണ്ടി വിട്ടു പോകുമെന്ന് അവര് വിചാരിക്കുന്നത്, വണ്ടിയൊന്നും വിടുന്നില്ല, ആ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കുക.
കാരണം അതല്ലാതെ വേറൊരു മാർഗം അതിനില്ല. അതിന് പകരം വേറൊരു വഴിയില്ല. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ യിരെമ്യാവ് പറയുന്നത് ഈ പ്രവാചകന്മാർക്ക് പറ്റുന്ന ഒരു കാര്യം, കർത്താവിന്റെ ദാസൻ പറഞ്ഞ മനസ്സിൽ തോന്നുന്ന പോലെ അവർ പറയുന്നു എന്നുള്ളതല്ലാതെ എന്റെ ആലോചനാ സഭയിൽ നിന്നവർ ആലോചനാ സഭയിൽ എന്റെ ആലോചന അവർ കേട്ടിരുന്നെങ്കിൽ വരാൻ പോകുന്ന ഈ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചവന്റെ ലക്ഷണം എന്നാ? ഓൾറെഡി അടികൊണ്ടു, ഓൾറെഡി ഈ പ്രസംഗത്തിന് വേണ്ടി പല ത്യാഗങ്ങൾ സഹിച്ചു, ഭ്രാന്തനെ പോലെ ആയി തീർന്നിരിക്കുക. ജനമൊക്കെ എങ്ങനെ അവനെ കൊല്ലണം എന്ന് പുറകിൽ നിന്ന് കുശുകുശുക്കുന്നതും കൂട്ടുകെട്ടുണ്ടാക്കുന്നതും അവനെ നമുക്ക് നാവ് കൊണ്ട് കൊന്നുകളയാമെന്ന് പറയുന്നതും ഒക്കെ കേട്ടോണ്ടിരിക്കുക. ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ കാണാം, പൊട്ടക്കിണറ് ആമത്തിലിട്ട് പൂട്ടുക, കാവൽപുരമുറ്റത്ത് പൂട്ടിയിടുക, ഇതുപോലുള്ള പല അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നത് കാണാം. എന്നാലെങ്കിലും ഈ മെസ്സേജ് ഒന്ന് മാറ്റരുതോ? എന്നാലെങ്കിലും ഇതൊന്ന് ഒന്ന് 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 റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഇടയ്ക്കും മുള്ളിനും കേടില്ലാത്ത പോലെ ആക്കരുതോ? ദൈവം തന്റെ ഭക്തനെ നിർത്തിയിരിക്കുന്നത് ജനം മാനസാന്തരപ്പെടാൻ വേണ്ടിയാ, അല്ലാതെ ജനത്തിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ദൈവത്തിന്റെ ഭക്തന്മാർ എല്ലാ സാഹചര്യത്തിലും പ്രതീക്ഷിക്കുകയും വേണ്ട. കട്ടിയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം ജനത്തോട് അറിയിക്കുമ്പോൾ ഒരു കോട്ട പോലെ ചില സമയത്ത് ദൈവത്തിന്റെ ഭക്തന്മാർ നിൽക്കേണ്ടത് ആവശ്യം. അവര് ഇത് കേൾക്കുന്നവരൊന്നും പ്രതിപത്തിയൊന്നും കാണിക്കില്ല, അവര് വേണ്ടാത്തതേ പറയത്തുള്ളൂ. പറഞ്ഞാലും അവിടെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അല്ല. കാരണം അവര് മാനസാന്തരപ്പെടുന്നത് വരെ ഈ ആലോചനാ സഭയിൽ നിൽക്കുന്നവൻ അത് നിൽക്കുകയും ചെയ്യും, അവരുടെ മാനസാന്തരത്തിന് അത് ഇടയായി തീരുകയും ചെയ്യും. ആ വാക്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്. സ്വാമി അവനൊരു ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ ജനത്തെ കേൾപ്പിച്ച്, അപ്പൊ കേക്കണ്ട എന്ന് പറഞ്ഞാലും ഈ വചനത്തെ ജനത്തെ കേൾപ്പിച്ച് അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. വേറൊരു കാര്യം അവിടെ തന്നെ വായിക്കുന്നു, ഇതെല്ലാം കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ നമുക്ക് വിവരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി 14-ാം വാക്യത്തിൽ കണ്ടു, വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നവനോട് അത് അവന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവന് ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ആലോചനകളുണ്ട്. ഈ ആലോചന മാറ്റി തന്നേക്കാം, നീ എന്തിനാ പേടിക്കുന്നത്? പണ്ട് കാലത്ത് ഈ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും ചെറിയ ഈ കപ്പലണ്ടി മുട്ടായി, അതുപോലെ ചില അതിനൊക്കെ 5 പൈസയായിരുന്നു അന്ന് വില. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നോക്കുമ്പോൾ അന്ന് 3 പൈസയേ ഉള്ളൂ. അവൻ ആകെ ഇത് മേടിച്ച് തിന്നുകയും വേണം. അവൻ അവസാനം ആ കടക്കാരനോട് പോയി ചോദിച്ചു, 3 പൈസയ്ക്ക് ഉണ്ടയുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു. അന്ന് മുതൽ 5-ാം ക്ലാസ് മുതൽ അവനെ 3 പൈസയുടെ ഉണ്ടാന്ന് അവനെ വിളിച്ചോണ്ടിരുന്നത്, അവൻ സ്കൂള് വിട്ട് പോകുന്നവർ എന്ന് പറഞ്ഞത് പോലെയാ. ഇതിപ്പം ഇങ്ങനെയുള്ള ആലോചന അല്ലാതെ വേറൊരു ആലോചന ഉണ്ടോ? എനിക്ക് ഇത്രയും അനുസരിക്കാൻ പറ്റൂ, ഇങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് എനിക്കത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതനുസരിച്ച് അവനെ എൻകറേജ് ചെയ്യുക, വ്യഭിചാരികളെയും അവരെ എൻകറേജ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരുണ്ടോ? ഈ നമ്മുടെ ക്രിസ്തീയ ആനുകാലികങ്ങളിലും പലതിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന പല കാര്യങ്ങളും സത്യമാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതെന്തൊരു ഭീകരമായ അനുഭവമാണ്. അങ്ങനെയുള്ളത് ഞാൻ കേൾക്കാൻ പോകാറുമില്ല. കാരണം വെറുതെ നമ്മുടെ മനസാക്ഷിയെ മലിനപ്പെടുത്താതിരിക്കാൻ വേണ്ടി അതൊന്നും കേൾക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. എന്നാൽ തന്നെ ഞാൻ പറയുക, അങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യുക, പ്രവചിച്ച് എന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നു. നമുക്കറിയാമല്ലോ, വേശ്യയെ കുറിച്ച് പറയുമ്പോൾ അവള് വിലയേറിയ പ്രാണനെ വേട്ടയാടുന്നു എന്ന് പറയുന്നത് പോലെയാ ഈ ഒരു കള്ളപ്രവാചകൻ ചെയ്യുന്ന തെറ്റെന്താ? ദൈവത്തിന്റെ വചനമാണെന്നുള്ള വ്യാജേന ദൈവം പറയാതെ, ദൈവം അയക്കാതെ, അത് ആ ഭാഗങ്ങൾ രണ്ടും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. നമുക്ക് 21-ാം വാക്യത്തിൽ അത് കായുന്നത്, ഞാൻ അയക്കാതിരുന്നിട്ടും അവർ ഓടി, അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു എന്ന് പറയുന്നത് എത്ര ഭീകരമായിട്ടുള്ള കാര്യം. അപ്പൊ ദൈവത്തിന്റെ ആലോചനയോ ദൈവത്തിന്റെ നിർദ്ദേശമോ ഇല്ലാതെ അങ്ങനെ ചെയ്യുകയാ. എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർ
അവർ കാൽ തെറ്റി വീഴും എന്ന് മാത്രമല്ല, ഇവിടെ കാണും ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചു. അതിനെ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ വന്നത്. കാരണം ഇന്ന് പലരും പ്രവചിക്കുന്നത് ഏത് ആത്മാവിലാ? ദൈവദാസൻ പറഞ്ഞ പോലെ ഒന്നുകിൽ അവര് സ്വയാത്മാവിന്ന്. പിന്നെ ഭീകരമായൊരു സത്യം ഞാൻ പറയുക, പലതും ദുരാത്മാവാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടവും. ക്ലോസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്താൽ അറിയാം. ഞങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാനും ബിജോ ബ്രദറും കൂടെ ഇരിക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ നിന്ന് ഒരു പ്രവാചകൻ, അപ്പൊ പ്രവാചകന്മാരുടെ മാത്രം ഒരു സഭയുണ്ട് അവിടെ, അതിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല. എന്നാൽ ആ വന്നു. അപ്പൊ രാവിലെ അദ്ദേഹം പിള്ളേരെയൊക്കെ, ഞാൻ രാവിലെ സമയത്ത് എനിക്ക് വേറൊരു കൂട്ടായ്മയ്ക്ക് പോകേണ്ടി ഇവിടെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. പടപടപടാന്ന് വലിയ പെൺപിള്ളാരെ ആൺപിള്ളാരെയൊക്കെ ഊതി വീഴ്ത്തുകയായിരുന്നു പുള്ളി. ഭയങ്കര ശുശ്രൂഷയായിരുന്നു. ഉച്ചയായപ്പോഴേ എനിക്ക് അവിടെ വരാൻ കഴിഞ്ഞത്. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ മൂലയ്ക്കിരുന്ന്, പിന്നെ എനിക്ക് കൈയടിക്കടാ എന്ന് പറയുമ്പോൾ കൈയടിക്കുകയും, ഈ സ്വോത്രം ചെയ്യൂ എന്ന് പറയുന്ന സ്വോത്രം ഈ ഒരു കീ ഇട്ട പാവ ചെയ്യുന്ന പോലെ ചെയ്യുന്ന പണിയൊന്നും എനിക്കില്ല. എനിക്ക് തോന്നിയാലേ ഞാൻ സ്വോത്രം ചെയ്യത്തുള്ളൂ, എനിക്ക് തോന്നിയാലേ ഞാൻ കൈയടിക്കത്തുള്ളൂ. അത് അന്നും ഇന്നും ഒരുപോലെ. കൈയടിക്കാത്തവരെ ഞാൻ വിധിക്കാറുമില്ല. ഏതാ അവന്റെ ഹൃദയത്തിൽ അവന് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അല്ലാതെ കയ്യടി കൊണ്ട് എവിടെങ്കിലും ദൈവത്തോടുള്ള കൂട്ടായ്മ ഉണ്ടാകൂ. അതുകൊണ്ട് ഒരു വ്യക്തി അങ്ങനെ നിർബന്ധിക്കുന്നതിനൊന്നും എനിക്ക് താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അപ്പൊ ഞാൻ അവിടെ ശാന്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 1/4 മണിക്കൂർ ഇദ്ദേഹം കസർത്ത് ചെയ്തേച്ച് എനിക്ക് ഒന്നും വെളിപ്പെടുന്നില്ല എന്നും പറഞ്ഞ് റൂമിൽ തിരിച്ചുപോയി മീറ്റിംഗ് അവസാനിപ്പിച്ചു. പിന്നത്തേതിൽ അതിനെ വിളിച്ചോണ്ട് വന്ന പയ്യൻ തന്നെ പറഞ്ഞു, പിന്നെ അടുത്ത ഒരു മീറ്റിങ്ങിന് വെച്ച് ഇദ്ദേഹത്തിന് ദുരാത്മാവാണെന്ന് വെളിപ്പെട്ട് പുള്ളിയുടെ ദുരാത്മാവിനെ ശാസിച്ച് പുറത്താക്കി. അതോടെ പുള്ളിയുടെ പ്രവചനവും തീർന്നു. അതിന് മറ്റു പല അനുഭവങ്ങളും പറയാനുണ്ട്, സമയം അതിനൊന്നും ഉപയോഗിക്കാനുള്ളതല്ലല്ലോ. ഇതുപോലുള്ള വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ. വളരെ സൂക്ഷിച്ച് നമ്മൾ വീട്ടിൽ വിളിച്ചു കയറ്റുകയും അവര് പറയുന്ന കാര്യങ്ങൾ വിവേചിക്കുകയും നമ്മുടെ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്കാണോ നമ്മളെ കൊണ്ടുപോകുന്നത്? ചിലര് നമുക്ക് അറിയാം, പെട്ടെന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ഇപ്പൊ ഞാൻ പറയാം, നിന്റെ ഇപ്പൊ ഹൃദയം തകരാൻ പോവാ, നിനക്ക് ക്യാൻസർ പിടിക്കാൻ പോവാ, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും പറ്റാൻ പോവാ, നിന്റെ മോൻ ആക്സിഡന്റ് മരിക്കാൻ പോവാന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ ഓൺ ദ സ്പോട്ട് ഈ പറഞ്ഞ ഇതിന് മാനസാന്തരം അങ്ങ് പെടും. അത് ഈ ഞെക്കിപ്പഴിപ്പിച്ച് മാനസാന്തരപ്പെടുന്നതാണോ ശരിയായിട്ടുള്ള മാനസാന്തരമാണെന്നോ നമുക്കറിയത്തില്ലല്ലോ. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടത് ശരിക്കുള്ള രക്ഷയായിരുന്നോ അതോ പേടിച്ചിട്ട് ഈ കൂട്ടത്തിൽ വന്നതാണോ എന്നാ നമുക്കറിയത്തില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയല്ല. ഇച്ചിരി നാൾ ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊന്നും ദൈവത്തിൽ നിന്നുള്ള. ഇത് ബാലിന്റെ നാമത്തിലെ പ്രവചനം. ഇത് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ യിരെമ്യാ പ്രവചനത്തിൽ വായിക്കുവല്ല, ഇതിനു മുന്നേയും നമ്മൾ യിരെമ്യാ പ്രവചനത്തിൽ വായിച്ച ഒരു കാര്യമായി ഈ ബാലിന്റെ നാമത്തിലുള്ള പ്രവചനം എന്നിവിടെ പറയുന്നത്. അടുത്ത ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, ഭയങ്കര പ്രവചന ശുശ്രൂഷ നടക്കുക, എന്നാൽ അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നത് അവർ എന്റെ നാമത്തെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. അല്ല, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നും പറഞ്ഞ് ഈ പ്രവചിച്ചിട്ട് എങ്ങനെയാ ദൈവത്തിന്റെ നാമത്തെ പിന്നെ മറന്നു കളയാൻ ഇടയായിത്തീരുന്നത്? അതിൻ്റെ ഇടയിൽ ഒരു ട്രിക്ക് ഉണ്ട്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള ദൈവഭക്തന്മാരാണെങ്കിൽ അവര് ദൈവനാമത്തെ ഉയർത്തുകയും അവര് മറഞ്ഞിരിക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാര്, ബാലിന്റെ നാമത്തിൽ പ്രവചിക്കുന്നവര്, അവര് ചെയ്യുന്ന പണിയാണ് അവരെ തന്നെ ഉയർത്തുകയും ദൈവത്തെക്കാൾ കൂടുതൽ അവരെ ഹൈലൈറ്റ് ചെയ്യുകയും അവരെ പ്രൊജക്ട് ചെയ്യുകയും ചെയ്യും. അവസാനം അവര് ഫേമസ് ആകും, ദൈവം അവിടെ ഡീവാല്യൂഡ് ആയിട്ട് അങ്ങ് പോകും. ആരുടെ നാമത്തിൽ പ്രവചിക്കുന്നു ആ ദൈവമല്ല പ്രധാനപ്പെട്ടത്, ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ച് താനൊരു ദിവ്യനായിട്ട് അവിടെ തീരുകയും ഇനിയും അടുത്ത ഒരു 50 വർഷം അവിടെ ആ വീടുകളിലൊക്കെ കയറി ഇറങ്ങാൻ തക്കവണ്ണമുള്ള ഗേറ്റ് പാസും കൊണ്ട് അവൻ പോകുന്നത്. പിന്നെ ഉപദേശി വിളിക്കണമെന്നൊന്നുമില്ല, ഉപദേശി വിളിച്ചില്ലേലും അവരവിടെ കയറി ഇറങ്ങും. വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ ഓരോരുത്തർ വിളിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എൻകറേജ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം, ദൈവസഭയിലും ദൈവദാസന്മാർക്ക് കീഴടങ്ങാതെ നേരിട്ട് ഇവരോടൊക്കെ അങ്ങ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങും. ദൈവിക അധികാരങ്ങളെ നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവഭക്തന്മാർ, ആത്മാർത്ഥമായിട്ട് വേല ചെയ്യുന്ന ദൈവഭക്തന്മാരെ മാനിക്കാതെ, അവർക്ക് പ്രവചനമില്ലല്ലോ, അവർക്ക് വചനമേ ഉള്ളൂ, പ്രവചനം വേണം.
അതെ, ശരി. അന്ന് വെച്ചിട്ട് ഈ ദൈവദാസന്മാരുടെ തലയുടെ മീതെ കൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം തന്നെ ഓർത്തോണം, ദൈവിക അധികാരത്തെ മറികടന്നു. അതോടെ അത് പിശാചിന്റെ ഒരു അധികാരത്തിങ്കിലേക്ക് അത് പോകുന്നു. കാരണം ദൈവം വെച്ച അധികാരങ്ങളെ നമ്മൾ തൃണവൽക്കരിച്ചു കളഞ്ഞു. വീട്ടിൽ ദൈവം വെച്ച അധികാരങ്ങളെ വീട്ടിൽ, ലോക്കൽ സഭയിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങളെ ലോക്കൽ സഭയിൽ, ഈ നിലയിൽ ദൈവവചനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ മാനിക്കുന്നവരാകണം. അല്ലാതെ നമ്മുടെ ദൃഷ്ടിക്ക് ഒരാളങ്ങ് ശ്രേഷ്ഠനായിട്ട് തോന്നുക, ഉടനെ ബാക്കി എല്ലാവരെയും വിട്ട് അവരുടെ തലയ്ക്ക് മീതെ കൂടെ കയറി അവരോടങ്ങ് നേരിട്ട് ബന്ധം പുലർത്തുന്ന ഒരു അനുഭവം അല്ല വേണ്ടത്. ഇഷ്ടംപോലെ മണിക്കൂറുകൾ പറയാനായിട്ട് ഈ ഭാഗത്ത് ഉണ്ട്. ഒരു കാര്യം കൂടെ മാത്രം ഞാൻ പറയുകയാണ്. ആ ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ ആ, ആ, അപ്പൊ ദൈവം ഫേമസ് അല്ലാതായി. ദൈവത്തിന്റെ നാമത്തെ അല്ല ഇപ്പൊ അറിയുന്നത് അവര്, ഈ നാമത്തെ. പിന്നെ വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വപ്നം. ഇത്തരക്കാർക്കൊക്കെ ഉള്ളൊരു ഇതാ, ഞാൻ അന്നേരം അവിടെ സ്വപ്നം കണ്ടു, ഞാൻ ദർശനം കണ്ടു, എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന് പറയുന്ന എല്ലാരെയും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരും. എന്ത് ദർശനമോ അനുഭവമോ ഉണ്ടായിക്കൊള്ളട്ടെ, ഈ ആൾക്കാർ പറയുന്ന ദർശനവും അനുഭവവും അവന്റെ സ്വപ്നവും കേൾക്കാനാണോ പോകുന്നത്? ഞാൻ ചില ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ വെറുതെ ഇരുന്ന് കണ്ണടച്ച് നോക്ക്. ചിലപ്പോ പ്ലാവിന്റെ തലപ്പ്, തെങ്ങിന്റെ തലപ്പ്, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ നമുക്ക് വിചാരിച്ചാൽ അതൊക്കെ ദർശനം കാണാം. ഇതൊക്കെയാണോ ദൈവം തന്ന ദർശനമാണോ? അതൊക്കെ നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ പലതും നമുക്ക് തോന്നും. എന്നും വെച്ച് ആകാശത്തേക്ക് കണ്ണും നട്ട് എന്ത് കാണുന്നു എന്ത് കാണുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണോ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? കാണാൻ പറ്റിയ നിലയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി തന്ന എത്രയോ വചനമുണ്ട്. പ്രിയപ്പെട്ട ദൈവവചനത്തെ മറികടക്കാനായിട്ട് വ്യക്തിപരമായ സ്വപ്നത്തെയും അനുഭവങ്ങളെയും ഉപയോഗിക്കുക. വ്യാജമായിട്ട് സാക്ഷ്യം പറയുക. നമ്മുടെ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് RMB-ക്കാരും മണി ചെയിൻകാരുണ്ടല്ലോ, അവര് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഇതാ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ചെക്കാന്നും പറഞ്ഞ് ഇതൊക്കെ കാണിച്ചോണ്ട് 50,000 ചെക്ക്, 5 ലക്ഷത്തിന് ചെക്ക്, നിങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ഉടനെ കിട്ടും എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന പോലെ വ്യാജമായിട്ട് പറയുക. പല അനുഭവങ്ങളും യഥാർത്ഥത്തിലുള്ള അനുഭവമല്ല, അനുഭവത്തിന്റെ ആ പറയുന്നകത്ത അവർ ആകർഷിക്കാത്ത സൈഡുകളെ മാറ്റി ആകർഷണീയമാക്കാനായിട്ട് പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയുക. ഇവരെന്നാ കണ്ടില്ല എന്ന് നമുക്കറിയാവോ? എന്താ പ്രസംഗിക്കേണ്ടത് നിർമ്മലമായ ദൈവത്തിന്റെ വചനമാ പ്രസംഗിക്കേണ്ടത്. സ്വപ്നം കണ്ടവൻ സ്വപ്നം വിവരിക്കട്ടെ, എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിവരിക്കട്ടെ. ഓ, എന്തൊരു സ്തോത്രം, എന്തൊരു വാക്യം. എനിക്ക് ആ വാക്യം എനിക്ക് വളരെ തലക്കെട്ടായിട്ട് അത് ഇടാനാ ഞാൻ ആഗ്രഹിച്ചത്. കാരണം നീളം കൂടിയത് കൊണ്ട് അത് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്ന് എനിക്ക് ഒരു വിവരവും ഇല്ല. പിന്നെ ആലോചിച്ചപ്പോ അബ്രഹാം പാസ്റ്റർ എന്ന് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ച് വളരെ യോഗ്യമായ ഒരു ദൈവവചന ഭാഗം. സ്വപ്നം കണ്ടവൻ സ്വപ്നം വിവരിക്കട്ടെ. വചനം വിശ്വസ്തയോടെ, വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ, പ്രസ്താവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ബിജോ ബ്രദറിനെ ദൈവവചന ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്ക്